രാഘവൻ നായർ സത്യഭാമയോട് ചോദിക്കുകയാണ്. എന്താ ഭാമേ, കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ആ രാജേശ്വരി പറഞ്ഞതാണോ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത്? വിട്ടുകള, നമുക്കറിയില്ലേ നമ്മുടെ വിഷ്ണുവിനെ. അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല രാഘവേട്ട. രാജേശ്വരി എന്തിന് ആ ചായക്കടക്കാരിയുടെ മക്കളെയും ചേർത്ത് വിഷ്ണുവിനെയും കൂട്ടി എന്തിന് അപവാദം പറയണം? ഇതുവരെ അവൻ ഒരു പെൺകുട്ടികളോടും താല്പര്യം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാറില്ലായിരുന്നു അവൻ. കല്യാണം ഉറപ്പിച്ചിട്ട് ഇപ്പോൾ സുസ്മിതയോട് പോലും ഇഷ്ടമുണ്ടോ എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ കേട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്. അതെന്താ ഭാമേ നിനക്ക് അങ്ങനെ തോന്നാൻ? അമ്പലത്തിൽ വെച്ച് വിഷ്ണു സുസ്മിതയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? സത്യഭാമ പറയുകയാണ്. അത് ഒരിക്കൽ മാത്രം. അന്ന് കാണിച്ചതുപോലുള്ള ഇഷ്ടം വിഷ്ണു ഒറ്റത്തവണ പോലും അവളോട് കാണിച്ചു പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവളൊരു ലഞ്ചിന് ക്ഷണിച്ചപ്പോൾ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പരിഹസിക്കാനുമാണ് അവൻ ശ്രമിച്ചിരുന്നത്. പിന്നീട് പ്രീതിയുടെ ബർത്ത്ഡേക്ക് പാർട്ടി കൊടുക്കാൻ സുസ്മിത വിളിച്ചിട്ട് അവനൊന്ന് പോയതുപോലും ഇല്ല. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കവരെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നൊക്കെ തോന്നില്ലേ? അടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ തോന്നില്ലേ? ഇവിടെ വിഷ്ണുവിന്റെ കാര്യത്തിൽ അതൊന്നും ഇല്ല. രാഘവേട്ട, സുസ്മിതയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ അടുത്തെത്തുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ ശ്രമിക്കുവാണ് അവൻ. സത്യഭാമയുടെ സങ്കടം പറച്ചിലൊക്കെ കേട്ട് രാഘവൻ നായർ പറയുകയാണ്. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും ഭാമേ. അങ്ങനെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഏതായാലും ആ ബന്ധം ഞാൻ ഉറപ്പിച്ചതാണ്. ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കിപ്പോകുന്ന സൗന്ദര്യം സുസ്മിതയ്ക്കുണ്ട്. സാമ്പത്തികവും തറവാടിത്തവും ഒന്നും തോളൊപ്പം ഇല്ലെങ്കിലും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധങ്ങളിൽ ഒന്നാണ് ഇത്. പോരെങ്കിൽ ഞാൻ സരളയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം തള്ളിക്കളഞ്ഞ് അവൻ പോകണമെന്നുണ്ടെങ്കിൽ മറുവശത്ത് എന്തായാലും ഒരു കാന്തശക്തി ഉണ്ടാകും. മറ്റൊരു പെണ്ണ് എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്. എന്തൊക്കെയാ ഭാമയെ നീ ആലോചിച്ചു കൂട്ടുന്നത്? ആലോചിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണോ എന്ന് കണ്ടുപിടിക്കണം രാഘവേട്ട, ഇന്ന് തന്നെ. പക്ഷെ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. സത്യഭാമ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അതിനൊക്കെ വഴിയുണ്ട് ഈ സത്യഭാമയ്ക്ക്. അതിനുശേഷം പ്രീതിയെ വിളിക്കുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെയാണ്. പ്രീതിയാണ് വിഷ്ണുവിനെ വിളിക്കുന്നത്. എന്താടി എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്. ഹലോ ഏട്ടൻ ഇപ്പോൾ എവിടെയുണ്ട്? ഞാനിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു പറ്റി? ശാലിനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്ന ആ സാരിയോ? ശാലിനി അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ആ സാരി ഞാൻ ശാരദാമ്മയ്ക്ക് കൊടുത്തിട്ട് പോന്നു. കൊടുത്തോ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്. ആ കൊടുത്തു. കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ തന്നത്? കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ്. അയ്യോ അബദ്ധം പറ്റിയല്ലോ. ആ സാരി ഇപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന്. സുസ്മിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ വാങ്ങി സൂക്ഷിച്ചു വെച്ച സാരിയാണത്. അവൾക്കോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതാ പ്രശ്നം. അമ്മയോടിനി ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചോദിച്ചാൽ ഞാൻ ആ സാരി കൊടുത്തു പോയില്ലേ, അതിപ്പോ എങ്ങനെയാ തിരിച്ചു വാങ്ങുന്നത്? പ്രീതി സങ്കടപ്പെടുകയാണ്. ഏതു നേരത്താണോ ദൈവമേ എനിക്കതെടുത്ത് തരാൻ തോന്നിയത്? ഇടി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഉടനെ അങ്ങോട്ടെത്തും. നീ വച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വിഷ്ണു. പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് വിഷ്ണു. മുകളിലേക്ക് കയറി പോകുന്ന വിഷ്ണുവിനോട് സത്യഭാമ പറയുകയാണ്. നിൽക്ക്. സത്യഭാമ ചോദിക്കുകയാണ്. നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഇങ്ങനെ പിരിവിനൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്. പിരിവിന് പോയത് സത്യഭാമയ്ക്ക് വേണ്ടിയാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ? അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ വേറെ ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യുന്നുണ്ടോ? അത് നീ വേണം പറയാൻ. കുറച്ചു നാൾ മുമ്പ് ഒരു ഗോപാലകൃഷ്ണന് വേണ്ടി ജോലി ഏറ്റിരുന്നു നമ്മൾ. അയാളുടെ പേരിലുള്ള ഭൂമി കുറച്ച് ഗുണ്ടാ പെണ്ണുങ്ങൾ ചേർന്ന് കയ്യേറിയെന്നും അത് ഒഴിപ്പിച്ചെടുക്കണമെന്നുമായിരുന്നു അയാളുടെ ആവശ്യം. പോലീസിലോ കോടതിയിലോ പോയാൽ അത് റവന്യൂ തർക്കമായി വർഷങ്ങളോളം കാലതാമസമെടുക്കും ഒത്തുതീർപ്പാകാൻ. പെണ്ണുങ്ങളായതുകൊണ്ട് നിയമം അവരുടെ കൂടെയേ നിൽക്കൂ. അപ്പോ പിന്നെ ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാത്ത സത്യഭാമയ്ക്ക് മാത്രമേ നീതിയും ന്യായവും നടപ്പിലാക്കാനുള്ള സാമർഥ്യം ഉള്ളൂ എന്ന് വിശ്വസിച്ചിട്ടാണ് അയാൾ നമ്മളെ സമീപിച്ചത്. ഞാൻ ആ ജോലി നിന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് നടന്നില്ല. എന്തുകൊണ്ട്? അതമ്മേ, ഞാനത് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി തടയുകയാണ് സത്യഭാമ. സത്യഭാമ പറയുകയാണ്. ഇന്ന് രാജേശ്വരി എന്ന ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. പറഞ്ഞാൽ നീ അറിയും. ആ ഗോപാലകൃഷ്ണന്റെ ഭാര്യയാണ്. ആ ഗുണ്ടാ പെണ്ണുങ്ങളെ മേലിൽ ശല്യപ്പെടുത്തരുതെന്ന് നീ അവരുടെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് കംപ്ലൈന്റ് പറഞ്ഞത്. ഈ സത്യഭാമ നിന്നോടത് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോ പിന്നെ അത് ആരുടെ കൊട്ടേഷൻ ആയിരുന്നു? ആ ചായക്കടക്കാരിയുടേതായിരുന്നോ? ശാരദാമ്മയുടെ? അമ്മ, അത് എന്ന് വീണ്ടും വിഷ്ണു പറയാനൊരുങ്ങുമ്പോൾ വിഷ്ണുവിനെ പറയാൻ അനുവദിക്കുന്നില്ല സത്യഭാമ. നോക്ക്, ആ ചായക്കടക്കാരിയെയും മക്കളെയും സംരക്ഷിക്കാനല്ല
ഒഴിപ്പിക്കാനാണ് ഞാൻ നിന്നെ ജോലി ഏൽപ്പിച്ചത്. ഗോപാലകൃഷ്ണനായിരുന്നു നമ്മുടെ കക്ഷി, അല്ലാതെ ആ ചായക്കടക്കാരി അല്ല. ഇന്ന് വരെ ഞാൻ പറയുന്നത് വിട്ടൊന്നും നീ ചെയ്തിട്ടില്ല. പക്ഷേ രാജേശ്വരി പറഞ്ഞത് സത്യമാണെങ്കിൽ നീ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടാൻ ഒരു കാരണമുണ്ടായിരിക്കും. ആ ചായക്കടക്കാരിയുടെ പെൺമക്കളിൽ ഒരാളുമായി നീ അടുപ്പത്തിലാണ്. പ്രേമം തന്നെ എന്ന് പറയുകയാണ് സത്യഭാമ. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? മറുപടി പറ നീ എന്ന് പറയുമ്പോൾ വിഷ്ണു ഒന്ന് ആലോചിച്ച് പറയുകയാണ്, സത്യമാണ്. അത് കേട്ട് ആകെ അന്തം വിടുകയാണ് രമണൻ പിള്ളയും സത്യഭാമയും രാഘവൻ നായരുമൊക്കെ. വിഷ്ണുവിനെ പിടിച്ച് മുന്നോട്ട് നിർത്തി സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ നീ പറഞ്ഞത്? നിനക്ക് പ്രേമമാണെന്നോ? വിഷ്ണു പറയുകയാണ്, അമ്മ കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി ഞാൻ പറഞ്ഞു, അത്രയുള്ളൂ. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിക്ക് പറയാനുള്ളത് പോലും കോടതി കേൾക്കും. പക്ഷേ എന്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. അമ്മയ്ക്ക് ആ രാജേശ്വരി പറയുന്നതാണല്ലോ വിശ്വാസം, പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാണ്? രാഘവൻ നായർ പറയുകയാണ്, ഫാമേ, ഇവൻ പറയുന്നതാണ് ശരി. അവന് പറയാനുള്ളത് ഫാമ കേൾക്കണം. വിഷ്ണു രാഘവൻ നായരുടെ അടുത്ത് പോയി പറയുകയാണ്, അച്ഛ പ്ലീസ്, അച്ഛനെങ്കിലും എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ചായക്കടക്കാരിയെയും മക്കളെയും അവിടെ നിന്നും ഒഴിപ്പിക്കാൻ ഈ വിഷ്ണുവിന് ഒരു പൂ പറിച്ചെടുക്കുന്ന സമയമേ ആവശ്യമുള്ളൂ. പക്ഷെ ആ ഗോപാലകൃഷ്ണൻ ഇവിടെ വന്ന് പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ താമസിക്കുന്നത് അയാൾ പറഞ്ഞതുപോലെ ഗുണ്ടാ പെണ്ണുങ്ങളൊന്നും അല്ല. അയാളുടെ ആദ്യ ഭാര്യയും 3 മക്കളുമാണ്. അത് കേട്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന സത്യഭാമയോട് വീണ്ടും വിഷ്ണു പറയുകയാണ്, സത്യം പറഞ്ഞാൽ ആദ്യ ഭാര്യ എന്നല്ല പറയേണ്ടത്, നിയമപ്രകാരം ഉള്ള ഭാര്യ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു ഡൈവോഴ്സ് പോലും വാങ്ങിക്കാതെയാണ് അയാൾ വേറൊരു പെണ്ണിന്റെ കൂടെ പൊറുതി തുടങ്ങിയത്. ആ മഹതിയാണ് ഈ രാജേശ്വരി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജേശ്വരിയുടെ കൂടെ പോകുന്നത് വരെ അയാളും ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോ ജീവിതം സുഖിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ഭാര്യയും മക്കളെയും അടിച്ചിറങ്ങാനായി ഒരുങ്ങുന്നത്. അങ്ങനെ അവരെ തെരുവിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ വന്ന് അമ്മയുടെ കാല് പിടിച്ചത്. ഇതൊക്കെ കേട്ട് നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. അല്ല കള്ളം എന്റെ അമ്മേ, പിന്നീടും അമ്മ പറഞ്ഞ ജോലിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും അവിടെ പോയത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവിടെ ഒരു പാവം കുട്ടിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുവാണ്. അതിനിടയിലേക്ക് കയറി വന്ന ഇതേ രാജേശ്വരി ആ ആലോചന തന്നെ കുളം തോണ്ടി അവസാനിപ്പിച്ചു. അവർ അവിടെ മുടക്കിയത് സ്വന്തം മകളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം ആണെന്ന് വേണം അമ്മ ഓർക്കാൻ. സത്യം പറയാലോ അമ്മേ, ആ പെൺകുട്ടിയുടെ കണ്ണീര് കണ്ടപ്പോഴേ നമ്മുടെ പ്രീതി മോളെയാണ് ഞാൻ ഓർത്തത്. വിഷ്ണുവിന്റെ ആ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട് കണ്ണു നിറയുകയാണ് സത്യഭാമയ്ക്ക്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ കടുത്ത നിയമങ്ങൾ മാത്രമല്ല മനുഷ്യത്വവും ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. ഈ നെഞ്ചിൽ പേര് കൊത്തിവെച്ച ഈ ദൈവമെന്ന് സത്യഭാമയെ ചൂണ്ടി പറയുകയാണ് വിഷ്ണു. ഇനി പറയമ്മേ, ഞാൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് എനിക്ക് ഏത് ശിക്ഷയും വിധിക്കാം. ഏറ്റുവാങ്ങാൻ ഞാൻ റെഡിയാണ്. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാകാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ വീടാണ്. അവിടെ ശാരദാമ്മയുടെ പൊള്ളലേറ്റ കാലിൽ മരുന്നിടുകയാണ് ശ്യാമ. ശാരദാമ്മ പറയുകയാണ്, അത് മുഴുവനിട്ട് തീർക്കേണ്ട, ഇനി 2-3 ദിവസം കൂടി ഉപയോഗിക്കാൻ ഉള്ളതാണ്. ശ്യാമ പറയുകയാണ്, തീർന്നു, ദാ കണ്ടില്ലേ, ഞാനും കുഞ്ഞേച്ചിയും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടായ അവസ്ഥ എന്താണെന്ന്. കഞ്ഞികലം വീണ് അമ്മയുടെ കാല് പൊള്ളി, ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ വില എന്താണെന്ന്. ഇത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, നീ പോയിരുന്ന് പഠിക്കാൻ നോക്കടി. എന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ശ്യാമ. അതിനുശേഷം ശാരദാമ്മ രാജേശ്വരി വന്ന് 10 ലക്ഷം രൂപ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അന്നേരം അവിടേക്ക് വന്ന ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മേ, കാലിന്റെ വേദന ഇപ്പോഴും കുറവില്ലേ? കാലിനല്ല മോളെ വേദന, മനസ്സിനാണ്. നീ കണ്ടതല്ലേ ആ രാജേശ്വരി വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയത്. എന്നാൽ ഞാനൊരു തീരുമാനം എടുത്തു, ഇതങ്ങനെ വെച്ച് നീട്ടിയിട്ട് കാര്യമില്ല എന്ന്. ഉടനെ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. എന്തു പരിഹാരമെന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, 10 ലക്ഷം രൂപ കളവ് പോയ കാര്യം ഗോപാലേട്ടനോടും രാജേശ്വരിയോടും പറയണം എനിക്ക്. അതല്ലാതെ വേറെ വഴിയില്ല മോളെ. നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് രാജേശ്വരി ആ 10 ലക്ഷം രൂപയുടെ കാര്യം വിളിച്ചു പറഞ്ഞത്. ഭാഗ്യത്തിന് ശാലിനി അത് ശ്രദ്ധിച്ചില്ല. പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാജേശ്വരി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നല്ല ഊഹവുമുണ്ടോ നിനക്ക്? ഇപ്പോഴാണെങ്കിൽ ശാലിനിയുടെ ഇല്ല. ഇതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഒരവസരം. പക്ഷേ പണം കളവ് പോയെന്ന് അവരോട് പറഞ്ഞിട്ട് എന്താ അമ്മേ ഗുണം? പ്രത്യേകിച്ച് ഗുണമൊന്നും കാണില്ലായിരിക്കും. ഇപ്പം അവരത് വേണ്ടാന്ന് വയ്ക്കില്ല എന്നും അറിയാം. പക്ഷേ ഒരു മനസ്സലിവ് തോന്നി അല്പം സാവകാശം തന്നാലോ? അങ്ങനെ ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ?
ഇപ്പോഴേ ആ വക്കീൽ നോട്ടീസിന്റെ പേരിൽ കത്തിപ്പുകഞ്ഞു നിൽക്കുവാണ് ആ രാജേശ്വരി. അതിനിടയിൽ ഇതുകൂടി ചെന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം മോളെ, പക്ഷേ നിവൃത്തികേടായി പോയില്ലേ. ഒരിറ്റ് കനിവിന് വേണ്ടി ഭൂമിയോളം താഴ്ന്നു നോക്കാം നമുക്ക്. എന്റെ മക്കളുടെ കിടപ്പാടത്തിന് വേണ്ടിയല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ചാകണമെങ്കിൽ ചാകാൻ വരെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ശാരദാമ്മ. ശാരദാമ്മയുടെ അവസ്ഥ കണ്ട് ആകെ വിഷമിക്കുകയാണ് ശാരികയും. പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീട്ടിൽ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് വിഷ്ണു. അന്നേരം അവിടേക്ക് വരികയാണ് മുരുകൻ. വിഷ്ണുവിനെ കണ്ട് മുരുകൻ പറയുകയാണ്, ഹലോ വിഷ്ണു മോനെ, നമസ്കാരം. മുരുകനെ കണ്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയാണ്, അയ്യയ്യോ ഇതാര്, ദല്ലാൾ മുരുകണ്ണനോ? ഇതെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? കാശ് വല്ലതും ചോദിക്കാനായിരിക്കും. അയ്യയ്യോ, എന്റെ പഴനിയാണ്ടവന്റെ സഹായം കൊണ്ട് ഇപ്പോ കാശിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ വന്നത് സത്യാമ്മ അന്വേഷിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ നാട് നീളെയുള്ള കല്യാണങ്ങൾ മുഴുവൻ ഈ മുരുകണ്ണൻ നടത്തുമ്പോൾ സത്യാമ്മയുടെ വീട്ടിലെ കല്യാണം കൈവിട്ടു പോകുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ദല്ലാളായിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതല്ലയോ ഈ വീട്ടിലെ ഏറ്റവും വലിയ കല്യാണം? ഇത് കേട്ടൊന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഇവിടെ ഇനി ആരെ കെട്ടിക്കുന്ന കാര്യമാണ് മുരുകണ്ണൻ പറയുന്നത്? അയ്യോ, അപ്പോൾ മോൻ അറിഞ്ഞു കാണില്ല അല്ലേ? കുറച്ചു നാൾ മുൻപേ മോനൊരു ബന്ധത്തിന്റെ കാര്യം സത്യാമ്മ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ പെണ്ണു വീട്ടുകാരെ കാണിക്കാൻ ഒരു ഫോട്ടോയും തന്നിരുന്നു. ആ ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിപ്പോൾ എന്റെ ബാഗിൽ ഇല്ല കേട്ടോ. ആലോചനയ്ക്ക് ചെന്ന ഒരു വീട്ടിലെ പെൺകൊച്ച് വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ കുടുംബശ്രീ ഹോട്ടലിലെ ശാരദാമ്മയുടെ മോള് ശാലിനിയാണേ. അവൾക്കതുകൊണ്ട് എന്തോ കാര്യമുണ്ടെന്ന്. അന്നേരം വിഷ്ണു അന്നൊരിക്കൽ ശാലിനി പെട്രോൾ തീർന്ന് വഴിയിൽ നിന്ന് പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ആലോചിച്ച ശേഷം വിഷ്ണു മനസ്സിൽ പറയുകയാണ്, അപ്പോൾ അതാണ് കാര്യം. എന്റെ പ്രേമം കുട്ടിച്ചോറാക്കിയത് ഇയാളാണല്ലേ. മുരുകൻ പറയുകയാണ്, മോൻ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കേട്ടോ. പുതിയ ഒരെണ്ണം ഞാൻ സത്യാമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചോളാം. ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശവും അതുകൂടിയാണ്. നേരം സത്യഭാമയെ കണ്ട് സത്യാമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് മുരുകൻ. അതിനുശേഷം വിഷ്ണു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. സത്യഭാമയ്ക്ക് മുരുകൻ നമസ്കാരം പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എനിക്കൊരു വിവരം അറിയാനുണ്ട്. മുരുകണ്ണൻ വേണം എന്നെ സഹായിക്കാൻ. എന്ത് വിവരമാണെന്ന് ചോദിക്കുകയാണ് മുരുകൻ. ആ വസുമതിയുടെ മകൻ അർജുന് വിവാഹാലോചന വല്ലതും നടക്കുന്നുണ്ടോ? ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.